ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങാച്ചാറാണ്. അപ്പോൾ അതിന് നമുക്ക് ഗ്യാസ് ഓണാക്കൊന്നും വേണ്ട, അതുപോലെ തന്നെ ഓയിലും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നാരങ്ങ ഞാനൊന്ന് ജസ്റ്റ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇനി കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. കട്ട് ചെയ്ത് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് പിന്നെയും കട്ട് ചെയ്ത് പിന്നെ ഞാൻ സ്മോൾ പീസസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അത് നമ്മൾ ഓരോരുത്തർ ചിലപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ 4 പീസാക്കിയിട്ട് ഇടുക, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ ഇഷ്ടം പോലെ അതങ്ങനെ ഇടാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഞാനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തെ കട്ട് ചെയ്ത് പിന്നെ രണ്ടാമത്തെ ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഞാൻ എന്നിട്ട് ഒരു കുപ്പിയിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. അതിട്ട് വയ്ക്കുന്ന അച്ചാറിട്ട് വയ്ക്കുന്ന കുപ്പിയിലേക്കാണ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട 5 പച്ചമുളകാണ്. പച്ചമുളകും അത് ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമ്മുടെ ആവശ്യാനുസരണം എത്ര വേണ്ടത് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വിനെഗറാണ് വേണ്ടത്. വിനെഗർ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആ ബോട്ടിൽ എത്ര നാരങ്ങ എടുത്തിട്ടുണ്ടോ അത് ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്ന പോലെ നമ്മൾ വിനെഗർ ഒഴിച്ച് കൊടുക്കണം. ഫുള്ളായിട്ട് അത് മുങ്ങിക്കിടണം. അതായത് നാരങ്ങയുടെ മുകളിലേക്കായിട്ട് വേണം വിനെഗർ നിൽക്കണം. നമ്മൾ ഇതിൽ തുള്ളി വെള്ളം ആഡ് ചെയ്യുന്നില്ല, വിനെഗർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ അതിൻ്റെ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാരങ്ങ ഫുൾ മുങ്ങിക്കെടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ മുളകും പൊടി ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൽ. ഇനി നമ്മൾ അത് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം ജസ്റ്റ് നമുക്കത് ആ ബോട്ടിലൊന്നും ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കുക. എന്നാൽ ആ ഉപ്പൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഷേക്ക് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ ഇന്നിട്ടുന്നുണ്ടെങ്കിൽ നാളെ 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും എടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു മാസമെങ്കിലും നമ്മൾ കറക്റ്റ് അത് എടുക്കാതെ അങ്ങനെ വെക്കണം. അപ്പോഴാണ് അതിൽ ആ നാരങ്ങ നീരൊക്കെ ഇറങ്ങി സുർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റായി ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റാവുള്ളൂ. ഒരു മാസം നമുക്ക് കറക്റ്റ് എടുക്കാതെ വെക്കാൻ കേട്ടോ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. പിന്നെ വെള്ളം തീരെ ആഡ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ എത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നാരങ്ങാച്ചാർ ഇതുപോലെ ഉണ്ടാക്കാൻ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.